ആരാധന മധ്യയുള്ള ധ്യാനത്തിനായിട്ട് നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്താം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വചനം ജഡമായി ഞങ്ങളുടെ ഇടയിൽ വന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്ത് ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ രക്ഷയും ഞങ്ങളുടെ രക്ഷകനുമായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവേ, അങ്ങയുടെ വചനവുമായി ഇതാ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിങ്കിലേക്ക് അടുത്തു വരുന്നു. നിൻ്റെ വചനം കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ നീ തുറക്കണമേ. നിൻ്റെ വചനം കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ നീ തെളിമയുള്ളതാക്കണമേ. നിൻ്റെ വചനം പറയുന്നതനുസരിച്ച് ജീവിപ്പാൻ അടികളുടെ ഇച്ഛാശക്തിയെ നീ കർമ്മപ്പെടുത്തണമേ. എളിയടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും ദൈവമേ അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. യേശു മിശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്ക് ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്ക എന്ന് അവൻ അവരോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലതും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. ഈ വേദഭാഗം നമുക്കറിയാം, ഇതൊരു പോസ്റ്റ് റെസറക്ഷൻ നറേറ്റീവാണ്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് തൻ്റെ ശിഷ്യഗണത്തെ ഓർമ്മിപ്പിക്കുന്ന, പ്രത്യക്ഷപ്പെടുന്ന വേദഭാഗമാണ്. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനയിലെ നഥനയേലും സെബദി മക്കളും അവൻ്റെ വേറെ 2 ശിഷ്യന്മാരും കൂടി കുരിശുമരണവും കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും കഴിഞ്ഞതിന് ശേഷം അവർ ഒരു യാത്ര പുറപ്പെടുകയാണ്. ആ യാത്രയിൽ യേശുക്രിസ്തുവിനെ അവർ കാണുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം യേശുക്രിസ്തുവിനോടുകൂടെ ചേർന്ന് അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ ഭക്ഷണം കഴിക്കുമ്പോൾ അവർ യേശുക്രിസ്തു ആണെന്ന് തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് കർത്താവ് ശിമോനോട് ചോദിക്കുന്നത്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈ വേദഭാഗത്ത് നിന്ന് 2 ചിന്തകൾ പങ്കുവെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, resurrection experience demands a deep devotion. Resurrection experience demands a deep devotion. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവം ഒരു വലിയ ഡിവോഷൻ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഈ കോണ്ടെക്സ്റ്റ് എടുത്തൊന്ന് നോക്കിയാൽ നമുക്കറിയാം, ഈ റെസറക്ഷൻ എന്ന് പറയുന്നത് സഭയുടെ അടിസ്ഥാന വിശ്വാസത്തിൻ്റെ ഒന്നാണ്. കർത്താവിൻ്റെ മരണവും കർത്താവിൻ്റെ പുനരുദ്ധാനവും ഒരു കോയിൻ്റെ 2 വശങ്ങളാണ്. 2 sides of the same coin.
റെസറക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം സഭയുടെ അടിസ്ഥാന വിശ്വാസമായതുകൊണ്ടാണ് ദ early Christians changed their worship service from Saturday to Sunday, because Sunday is the victory day. Because Sunday is the day the church celebrates the resurrection of our Lord. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലായ ഒന്നാണ്. ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലായ ഒന്നായതുകൊണ്ടാണ് അപ്പോസ്റ്റോലിക് ക്രീഡ് 160s ഫോം ചെയ്തപ്പോൾ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു എന്ന് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിക്യാ സുന്നഹദോസിൽ കൂടിയപ്പോഴും യേശു കർത്താവിനെ കുറിച്ചുള്ള പരാമർശിക്കുമ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി നമ്മളിൽ നിന്ന് വലിയൊരു ഡിവോഷൻ, ഒരു ഡീപ്പ് കമ്മിറ്റ്മെൻറ്റ് ദൈവം തമ്പുരാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് ശിഷ്യന്മാരോട് ദൈവം തമ്പുരാൻ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കറിയാം പീറ്റർ വാസ് എ കമ്മിറ്റഡ് പേഴ്സൺ ആൻഡ് ഓൾ ദീസ് ഗൈസ് വെർ കമ്മിറ്റഡ് പേഴ്സൺ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഇതേ സെയിം കടൽക്കരയിൽ വെച്ച് തന്നെ, അല്ല തടാകത്തിൻ്റെ കരയിൽ വെച്ച് തന്നെയാണ് യേശു ക്രിസ്തു ഈ ശിമോൻ പത്രോസിനെ വിളിച്ചത്. വെൻ യു ലുക്ക് അറ്റ് ലൂക്ക്, the gospel according to Saint Luke chapter 5, then we can see the incident of the invitation of Jesus Christ to Peter. Almost a similar experience. ആ സമയത്ത് പത്രോസ് വലയും വള്ളവും ഉപേക്ഷിച്ചിട്ട് യേശു കർത്താവിൻ്റെ പുറകെ പോയതാണ്, യാതൊരു സംശയമില്ല. പത്രോസ് കൈസര്യ ഫിലിപ്പയിൽ വെച്ച് കർത്താവിനോട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറഞ്ഞ മനുഷ്യനാണ്. യേശു ക്രിസ്തുവിനെ പിടിക്കാൻ വേണ്ടി പടയാളികളും എല്ലാം കൂടെ വന്നപ്പോൾ വളരെ ആക്രോശിച്ച മനുഷ്യനാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇൻ സർട്ടൻ ഫ്ലിംസി മൊമെൻറ്റ്സ് ആൻഡ് ഇൻ സർട്ടൻ വീക്ക് മൊമെൻറ്റ്സ് and he moved away from the pathway of Jesus Christ. അത് നമ്മളെ ദ്യോതിപ്പിക്കുന്നത്, അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യ ജീവിതത്തിനകത്ത് there are occasions when we move away from the pathway of Jesus Christ. There is a possibility to move away from the pathway of Jesus Christ. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്ന സിറ്റുവേഷനാണ്. അതായത് ഒരു വേലക്കാരത്തി സ്ത്രീ ഇരിക്കുമ്പോൾ അവരോട് പറയുകയാണ്, അവർ പറഞ്ഞു ഇവൻ്റെ യേശുക്രിസ്തുവിൻ്റെ കൂടെ ഉള്ളവനാണെന്ന് പറഞ്ഞപ്പോൾ ഇവനെ കണ്ടിട്ട് പോലും ഇല്ല എന്നും പറഞ്ഞ് ഈ പത്രോസ് മാറുകയാണ്. അതുകൊണ്ട് കർത്താവ് ഇവനോട് ആവശ്യപ്പെടുന്നത്, നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു മൂവ്മെൻ്റ് ഓഫ് അസെൻഡ് ഉണ്ടായിരുന്നു. അതായത് നീ ഇരുന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ അടുക്കലേക്ക് നീ വന്നതാണ്. പക്ഷേ ഇപ്പോൾ നീ യാത്ര ചെയ്യുന്നത് നോട്ട് എ ജേർണി ഓഫ് അസെൻഡ് ബട്ട് എ ജേർണി ഓഫ് ഡിസെൻഡ്. നീ ഗോൽഗോഥായിൽ നിന്ന് വേറൊരു യാത്ര ചെയ്യുന്നത്. ആ യാത്ര താഴോട്ടുള്ളൊരു യാത്രയാണ്. ആ യാത്ര വെലോസിറ്റിക്ക് അനുകൂലമായിട്ടുള്ളൊരു യാത്രയാണ്. നമുക്കറിയാം, ഒരു യാത്ര ചെയ്യുമ്പോൾ ഉറക്കം വരുന്നുണ്ടോ? ഉണ്ടോ? ചിലർ ഉറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉണർത്തിയെന്നുള്ളതേ ഉള്ളൂ. ഈ തിബരിയാസ് കടൽക്കരയിൽ നിന്ന് ഗോൽഗോഥായിലേക്ക് പോകുന്നതെന്ന് പറയുന്നത് എ ജേർണി ഓഫ് അസെൻഡാണ്. ജേർണി ഓഫ് അസെൻഡ് നടത്തണമെങ്കിൽ നമുക്കറിയാം, ഭൂഗുരുത്വാകർഷണ ബലം അത് ലംഘിച്ചെങ്കിലേ മതിയാകുകയുള്ളൂ. ഇറ്റ് ഈസ് എ ഹാർഡ് ടാസ്ക് ആൻഡ് ഇറ്റ് ഈസ് ക്വൈറ്റ് ഒരു കഷ്ടപ്പാട് അതിനകത്തുണ്ട്. പക്ഷേ അവർ ഗോൽഗോഥായിൽ നിന്ന് താഴോട്ട് വരുന്നതും ആ യാത്രയ്ക്കകത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ അതൊരു ഇറക്കമാണ്. അതാ ഞാൻ പറഞ്ഞ ജേർണി ഓഫ് ഡിസെൻഡാണ്. ആ ഡിസെൻഡ് എന്ന് പറയുന്ന ജേർണി എന്ന് പറഞ്ഞ ഭൂഗുരുത്വാകർഷണ ബലത്തെ നമുക്ക് ഉല്ലംഘിക്കേണ്ട ആവശ്യമില്ല. അതൊരു ഈസിയാണ്.
അതുകൊണ്ട് മൂവിങ് അവേ ഫ്രം ക്രൈസ്റ്റ് ആൻഡ് ഹിസ് പാത്ത് വേ ഈസ് ക്വൈറ്റ് ഈസി ഫോർ അസ്. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്, യോഹന്നാൻ്റെ മകനായ ശിമോച്ച, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഒരു സമയത്ത് വലയും വള്ളവും ഉപേക്ഷിച്ചിട്ട് പോയ മനുഷ്യൻ വീണ്ടും വലയും വള്ളവും തേടിപ്പോവുകയാണ്. ഒരു സമയം പാപത്തിൻ്റെ വഴികളിലൂടെ പോയ മനുഷ്യൻ ആ സെയിം പാപത്തിലേക്ക് തന്നെ വീണ്ടും വീഴുകയാണ്. ഇത് മനുഷ്യൻ എല്ലാവർക്കും വരാവുന്ന ഒരു സവിശേഷതയാണ്. അതായത് നമ്മളൊരു തെറ്റിൽ വീണിട്ട് ആ തെറ്റിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടതിന് ശേഷം വീണ്ടും ആ തെറ്റിലേക്ക് തന്നെ പോകാവുന്ന ഒരു അവസരത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് കർത്താവ് യോഹന്നാനോട് ചോദിക്കുന്നത്, ആർ യു സ്റ്റിൽ റിയലി കൺസിഡറിങ് ദ ക്യാച്ച് ഓഫ് ഫിഷ് ആസ് ഗ്രേറ്റർ തിങ് ദാൻ മൈ പ്രസൻസ്? ഇവിടെ പത്രോസിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തൊന്നുമില്ല. കാരണം നമുക്കറിയാം, കർത്താവ് ഒരു രാജ്യം സ്ഥാപിക്കുമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നാണ്. പക്ഷെങ്കിൽ കർത്താവ് കുരിശിൽ തറയ്ക്കപ്പെട്ടു, കർത്താവ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു, അതും അവർക്കറിയാം. പക്ഷേ ഭാവി എന്താണെന്നറിയത്തില്ല. ഭാവി എന്താണെന്ന് നമ്മൾ അറിയാതെ വരുമ്പോൾ ചില സമയത്ത് നമുക്ക് പറ്റുന്നൊരു പ്രശ്നമാണ്, വി ഡിപ്പെൻഡ് ഓൺ അവർ ഓൺ വിസ്ഡം. ഭാവി എന്തെന്നറിയാതെ വരുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ വരാവുന്ന ഒന്നാണ്, ഇൻസ്റ്റെഡ് ഓഫ് ലുക്കിംഗ് അറ്റ് ഗോഡ് വി റിലൈ കംപ്ലീറ്റ്ലി ഓൺ അവർ സെൽസ് ആൻഡ് അവർ ഓൺ വിസ്ഡം. പത്രോസിൻ്റെ ജീവിതത്തിനകത്ത് കുഴപ്പമൊന്നും കാണിച്ചില്ല. പത്രോസ് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം എന്തോ ചെയ്തെന്നറിയാമോ? ഹി കംപ്ലീറ്റ്ലി ഡിപ്പെൻഡഡ് ഓൺ ഹിസ് ഓൺ വിസ്ഡം. അവൻ്റെ വിസ്ഡത്തിൽ നോക്കിയപ്പോൾ അവന് മനസ്സിലായി, ബെറ്റർ എന്തുവാ, പഴയ ജോലി തന്നെ ചെയ്യുന്നതാണെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കർത്താവ് ഇവനോട് ചോദിക്കുന്നത്, ഡു യു തിങ്ക് ദാറ്റ് യു നോ ദ ക്യാച്ച് ഓഫ് ഫിഷ് ഈസ് ബെറ്റർ ദാൻ യുവർ മിനിസ്ട്രി വിത്ത് മീ? നിനക്ക് കിട്ടുന്ന 4, 3, 7 മീനാണോ വലുത്, അതോ നീ എന്നോടുകൂടെ വേലയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നതാണോ വലുത്? അതാ കർത്താവ് ചോദിക്കുന്നത്. യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, നിൻ്റെ വിസ്ഡത്തിനപ്പുറമായി എൻ്റെ നിയോഗത്തിൻ്റെ വഴികളിലുള്ള ഡിവോഷൻ നിനക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്നാ ചോദ്യം. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരെയും അയർലൻഡിലേക്ക് ദൈവം തമ്പുരാൻ കൊണ്ടുവന്നാണ്. അയർലൻഡ് ദൈവം തമ്പുരാൻ നമ്മളെ കൊണ്ടുവന്നിരിക്കുമ്പോൾ നമുക്ക് വിസ്ഡമുണ്ട്, നിങ്ങൾക്ക് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ട്, ശമ്പളമുണ്ട്, വണ്ടിയുണ്ട്, നല്ല പള്ളിയുണ്ട്, എല്ലാ സാഹചര്യമുണ്ട്. അന്നേരം കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആർ യു സ്റ്റിൽ റിലൈ ഓൺ മൈ വിസ്ഡം ഓർ യോർ വിസ്ഡം? നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വിസ്ഡത്തിൽ നമ്മളങ്ങ് ആകൃഷ്ടരായി നമ്മൾ പോകുന്നൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയാനായിട്ട് ശ്രമിക്കുന്നത് എന്താണെന്നറിയാം, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവയിലധികമായി ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? ഇതിനെ കൂടാതെ നിനക്ക് ആഴമായി എന്നെ സ്നേഹിക്കണമെങ്കിൽ നിനക്കൊരു ഡീപ്പ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഡീപ്പ് ഡിവോഷൻ ആവശ്യമാണ്. നിങ്ങൾ ഈ പള്ളി തുടങ്ങിയിട്ട് ഈ വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു വളർച്ച എനിക്ക് തോന്നുന്നത് 2005-06 ശേഷമായിരിക്കും. ഞാനിവിടെ വരുമ്പോൾ ഒരു കൊച്ചു ഗ്രൂപ്പായിരുന്നു. അന്നേരം ആ കൊച്ചു ഗ്രൂപ്പ് ഇത്രയും വളർന്ന് ഇത്രയും വന്നുവെങ്കിൽ അതിൻ്റെ കാരണം ഒരു അൺടയറിങ് എഫേർട്സ് ഉണ്ട്. ഒരു നല്ല ഒരു മൂവ്മെൻറ്റ് ഓഫ് അസൻറ്റ് നിങ്ങളുടെ ഇടയിലുണ്ട്. യേശുക്രിസ്തുവിനോടുകൂടെ ചേർന്ന് യാത്ര ചെയ്തൊരു ജീവിതാനുഭവം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിസ്ഡത്തിനപ്പുറമായി ദൈവത്തിൻ്റെ പാത അനുകരിക്കുവാനുള്ള ഒരു വിനയം നിങ്ങൾക്കുണ്ട്.
അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ എത്തിച്ചേരാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിലുള്ളതിനെ എല്ലാറ്റിനെക്കാട്ടിലും അപ്പുറമായി കർത്താവിൻ്റെ ശുശ്രൂഷയെ ഫലകരമായി കാണുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മളോട് ദൈവം തമ്പുരാൻ ചോദിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ട് കർത്താവേ, എന്നാൽ നീ എൻ്റെ ആടിനെ മേയിക്കണം. സ്നേഹിക്കുന്നുണ്ട് കർത്താവേ, നീ എൻ്റെ ആടിനെ മേയിക്കണം. മൂന്നാമത് പറയുമ്പം പറയുകയാണ്, ഈ ശിമോന് വിഷമം തോന്നി. ശിമോന് മനസ്സിലായി കർത്താവ് വേറെ എന്തോ വെച്ചാൽ പറയുന്നതെന്ന് മനസ്സിലായി. അന്നേരം പറയുകയാണ്, ശിമോൻ ദുഃഖിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ സന്ധ്യാസമയം നമുക്ക് ദുഃഖിക്കാതെ ഞാൻ കർത്താവിനെ അനുഗമിക്കുന്നു, കർത്താവിൻ്റെ വേലയിൽ മുന്നോട്ട് പോകുന്നു എന്ന് പറയാൻ നമ്മുടെ ആ ഡിവോഷനും നമ്മുടെ കമ്മിറ്റ്മെൻറ്റും പുതുക്കുന്ന ഒരു സന്ധ്യയായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് ഈ വേദഭാഗം നോക്കുമ്പോൾ, ദിസ് ഈസ് ദ വിൻഡിക്കേഷൻ ഓഫ് ഡിസൈപ്പിൾസ് ഫെയ്ത്ത്. ഈ ശിഷ്യഗണത്തിൻ്റെ വിശ്വാസത്തെ ഒന്നുകൂടെ ദൃഢീകരിക്കുകയാണ്. വിശ്വാസത്തെ ദൃഢീകരിക്കുകയാണ്. നമുക്കറിയാം, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് തകർന്നവരുടെ ഒരു കൂട്ടമാണ് ഈ ശിഷ്യഗണങ്ങൾ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അവർ വളരെ പ്രതീക്ഷയോടുകൂടി അവരുടെ മാസ്റ്ററിൻ്റെ കൂടെ പോയതാണ്. പക്ഷെ മാസ്റ്റർ മരിച്ചു, ഇപ്പം നാമാവശേഷമായി. ഇടയൻ അടിയേറ്റു, ശിഷ്യഗണമെല്ലാം ചെതറി. ഭാവി എന്തെന്നറിയാതെ കിടന്ന് വിഷമിക്കുകയാണ്. അങ്ങനെ ഭാവി എന്തെന്നറിയാതെ വിഷമിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വിശ്വാസം ക്ഷയിച്ചു പോകാൻ സാധ്യതയുള്ളപ്പോൾ കർത്താവ് നമ്മളെ ആ ശിഷ്യഗണത്തെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളെൻ്റെ മുറിവേറ്റ കയ്യിലേക്കൊന്ന് നോക്കണം. നിങ്ങൾ ഈ അത്താഴത്തിലേക്കൊന്ന് നോക്കണം. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ മുറിവേറ്റ കയ്യിൽ നിന്ന് ഒഴുകുന്നത് രക്തവും വെള്ളവുമാണ്. രക്തവും വെള്ളവുമാണ്. സഭയെ നിലനിർത്തുന്നത് 5-ാം നൂറ്റാണ്ടിലെ സഭാപിതാവായ വിശുദ്ധ ക്രിസോസ്റ്റം പറയുന്നത് എന്താണെന്നറിയാമോ? സഭയെ നിലനിർത്തുവാൻ ദൈവം നൽകിയിരിക്കുന്ന 2 കൃപാമുഖാന്തരങ്ങളാണ്. ഒന്ന് വെള്ളവും മറ്റൊന്ന് രക്തവും. വെള്ളം എന്താണെന്നറിയാമോ? വെള്ളം ബാപ്റ്റിസം, മാമോദിസയിലൂടെ നമ്മൾ കർത്താവിൻ്റെ തിരുശരീരമാകുന്ന സഭയിലേക്ക് പ്രവേശിക്കുകയാണ്. രണ്ടാമത്തത് എന്താണെന്നറിയാമോ? ദിനംപ്രതി ഞാൻ കർത്താവിലും കർത്താവ് എന്നിലും ആണെന്നുള്ള വിശ്വാസം ഉറപ്പിക്കുകയാണ്. അതേതാണെന്നറിയാമോ? അതാ ഇന്ന് 27 കുഞ്ഞുങ്ങളിൽ നിന്ന് ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത് വിശുദ്ധ കുർബാന. അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാന അനുഭവത്തിലും നമുക്കുണ്ടാകാൻ പോകുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ കർത്താവിലും കർത്താവ് എന്നിലും ജീവിക്കുന്നു എന്നുള്ള വലിയ ഒരു ഓർമ്മയുടെ അനുഭവമാണ്. ഇവിടെ ഇവർക്ക് ഈ അപ്പം നുറുക്കി കൊടുക്കുമ്പോൾ കർത്താവ് തൻ്റെ വിലാപ്പുറം അവർ കാണുമ്പോൾ അവർക്ക് അവരുടെ വിശ്വാസം ഡീപ്പനാകുകയാണ്. ഡീപ്പനിങ് ദെയർ പൈറ്റി. നമ്മുടെ ജീവിതത്തിനകത്തും വിശ്വാസം ക്ഷയിക്കുന്നു എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ദൈവം തമ്പുരാൻ നമുക്കൊരു പേഴ്സണൽ അറ്റൻഷൻ തന്ന് നമ്മുടെ വിശ്വാസത്തെ ഡീപ്പൻ ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ഇറ്റ് ഈസ് എൻ ഒക്കേഷൻ ടു ഡീപ്പൻ ഓർ വിൻഡിക്കേറ്റ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ തളരുമ്പോൾ, നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മുടെ വിശ്വാസം മുരടിച്ചു പോകുമ്പോൾ, ക്ഷയിച്ചു പോകുമ്പോൾ നമുക്കൊരു പേഴ്സണൽ അറ്റൻഷൻ തന്ന് ആ വിശ്വാസത്തിൽ നമ്മളെ ദൃഢപ്പെടുത്തുന്ന ഒരു കർത്താവ് നമ്മളോടുകൂടെ ഉണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. 2 ചിന്തകളാണ് നിങ്ങളോട് പങ്കുവച്ചത്. ഒന്ന്, കർത്താവ് ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? റെസറക്റ്റഡ് ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് ഇൻവൈറ്റ്സ് എ ഡീപ്പർ ഡിവോഷൻ.
രണ്ടാമത് കർത്താവ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് റെസറക്റ്റഡ് ക്രൈസ്റ്റ് വിൻഡിക്കേറ്റ്സ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിനകത്ത് നമ്മളെ ഉറപ്പിക്കും. അങ്ങനെ വിശ്വാസത്തിനകത്ത് നമ്മളെ ഉറപ്പിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത്. പത്രോസ് ആരുടെ പുറകെ പോവുക? കർത്താവിൻ്റെ പുറകെ പോവുകയാണ്. കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് തീരുകയാണ്. അങ്ങനെ കർത്താവ് പത്രോസിനെ സഭയുടെ ശില്പിയും പണിക്കാരനുമായിട്ട് ദൈവം തമ്പുരാൻ നിയോഗിക്കുകയാണ്. പത്രോസ് പോകുന്ന നമ്മുടെ സഭയൊക്കെ നമുക്കറിയാമല്ലോ, തോമസ് അപ്പോസ്തലനാൽ സ്ഥാപിതമായ സഭയാണ്. അതുപോലെ സ്ഥാപിതമായ സഭയാണ് അന്ത്യോക്യ സഭയും, ഒപ്പം തന്നെ റോമാ സഭയും, റോമൻ കത്തോലിക്ക സഭയും. അവിടേക്കാണ് പത്രോസ് പോകുന്നത്. പത്രോസ് പോയി അവിടെ മരിക്കാൻ വരെ തയ്യാറാകുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെങ്കിൽ resurrected Christ experience helps us to deepen our faith and help us to vindicate our faith. And the vindication of the faith and the deepening of our faith demands a deeper commitment and a deeper devotion. If we have the ability to obey and follow Christ with a deeper devotion and commitment, definitely God will make us as channels of His grace to build up His church. അതിന് നിങ്ങളെ ദൈവം തമ്പുരാൻ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ ദേശത്ത് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിനെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.